സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. NIOS +2 സോഷ്യോളജിയുടെ ചാപ്റ്റർ 6 ആണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, കുറച്ച് പരിമിതികൾക്കിടയിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായ സൗണ്ടിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും അതുപോലെ ഡിസ്റ്റർബൻസും ഒക്കെ ഉണ്ട്. എന്തായാലും സദയം ക്ഷമിക്കുക. നമുക്ക് വീണ്ടും ക്ലാസ്സിലോട്ട് പോവാം. ചാപ്റ്റർ 6 സോഷ്യൽ ഗ്രൂപ്പ്. എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്? ഇതിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ഈ പാഠഘട്ടത്തിൽ പറയാനായിട്ടുള്ളത്. ഈ പാഠഭാഗത്തില് കൂടുതലായിട്ട് പറയുന്നത് സൊസൈറ്റിയിലെ കാര്യങ്ങള്, സൊസൈറ്റിയിലെ ടൈപ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ നിൽക്കട്ടെ. അവിടെ പഠനം ഏതുവരെ ആയി? ക്ലാസ് എല്ലാ ദിവസവും ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം നിങ്ങളുടെ എഫോർട്ട് എടുത്ത് പഠിക്കുക. കാരണം സമയമില്ല, നമുക്ക് എക്സാം ആണ്. എക്സാം പോയിന്റിൽ തന്നെ പഠിച്ച് പോവുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. വളരെ അധികം ആധികാരികമായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് എഴുതി തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്തോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. ചാപ്റ്റർ 6 സോഷ്യൽ ഗ്രൂപ്പ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്? വാട്ട് ഈസ് സോഷ്യൽ ഗ്രൂപ്പ്? സോഷ്യൽ ഗ്രൂപ്പ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നോക്കാം. ഓക്കെ, പരസ്പരം ഇടപഴകുകയും സമാന സ്വഭാവങ്ങളും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ പങ്കിട്ട് ഒരു പ്രത്യേക യൂണിറ്റായി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തെയാണ് സാമൂഹ്യ ഗണം എന്ന് പറയുന്നത്. അതിൽ തന്നെയുണ്ട് നമ്മുടെ സൊസൈറ്റി. മനസ്സിലാവുന്നില്ലേ? അതായത് നാം ജീവിക്കുന്നുണ്ട് പരസ്പരം സഹകരിച്ചും അതുപോലെ നമ്മുടെ ആശയങ്ങൾ അങ്ങോട്ട് സംസാരിച്ചും അവിടെ ആശയങ്ങൾ ഇങ്ങോട്ട് കേട്ടും അതുപോലെ പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്തും പരസ്പരം ഇടപഴകിയും സ്നേഹിച്ചും ഒക്കെ ജീവിക്കുന്ന ഗ്രൂപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? സാമൂഹ്യ ഗണം അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഈ ഗ്രൂപ്പുകളിൽ വലിപ്പം, ഘടന, ഉദ്ദേശം എന്നിവയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അല്ലെ, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. വലിപ്പം ഉണ്ടായിരിക്കാം. അല്ലെ, സൊസൈറ്റി എന്ന് പറയുമ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും ചെറുതായിരിക്കോ? എപ്പോഴും വലുതായിരിക്കോ? ഇല്ല. ചില പ്രദേശത്ത് കുറച്ച് വീടുകളായിരിക്കും, കുറച്ച് ആൾക്കാരായിരിക്കും താമസിക്കുന്നത്, കുറച്ച് മറ്റുള്ളിടത്ത് കുറെ കൂടെ ആയിരിക്കും. അപ്പൊ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? വലിപ്പമുള്ളതും ആകാം. അത് മാത്രമല്ല ഘടന, ഉദ്ദേശം ഇതിലെല്ലാം എന്തുണ്ടായിരിക്കാം? വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കൂടാതെ വ്യക്തികളുടെ വ്യക്തിത്വങ്ങളും പെരുമാറ്റങ്ങളും രൂപപ്പെടുത്തുന്നതിൽ അവർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. ഇവിടെ പറയുന്നുണ്ട് പരസ്പരം ഇടപഴകുകയും, ശ്രദ്ധിച്ചു പഠിക്കുക, പരസ്പരം ഇടപഴകുകയും സമാന സ്വഭാവങ്ങളും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും, പരസ്പരം ഇടപഴകുകയും സമാന സ്വഭാവങ്ങളും ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും പങ്കിട്ട് ഒരു പ്രത്യേക യൂണിറ്റായി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തെയാണ് സാമൂഹ്യ ഗണം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ മനസ്സിലാക്കുക, പരസ്പരം ഇടപഴകുകയും സമാന സ്വഭാവങ്ങളും താല്പര്യങ്ങളും. ശ്രദ്ധിച്ചു പഠിക്കുക. കൊട്ടേഷൻ ആയിട്ട് ഒരു ഡെഫിനിഷൻ ആയിട്ടൊക്കെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണം. അതുകൊണ്ടാണ് ഞാൻ അതുപോലെ വായിച്ചു പറഞ്ഞു തരുന്നത്. ഓക്കെ, പരസ്പരം ഇടപഴകുകയും സമാന സ്വഭാവങ്ങളും താല്പര്യങ്ങളും അതുപോലെ തന്നെ ലക്ഷ്യങ്ങളും പങ്കിട്ട്, നമ്മുടെ ആശയങ്ങൾ നമ്മൾ പങ്കിടില്ലേ? എന്റെ താല്പര്യം ആയിരിക്കില്ല നിങ്ങളുടെ, പക്ഷെ പരസ്പരം നമ്മുടെ ഒരു ആശയ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലെ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പങ്കിട്ട് ഒരു പ്രത്യേക യൂണിറ്റായി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടമാണ് സാമൂഹ്യ ഗണം എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പുകളുടെ വലിപ്പവും ഘടനയും ഉദ്ദേശവും ഒക്കെ ടോട്ടലി എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? എക്സാമ്പിൾ എന്തൊക്കെ വരും നോക്കാം. ഫാമിലി വരും, ഫ്രണ്ട്സ് വരും, ക്ലബ്ബ് വരും, കമ്മ്യൂണിറ്റീസ് വരും. അപ്പൊ നോക്കാം എന്തൊക്കെയാണ് സോഷ്യൽ ഗ്രൂപ്പ്സിൽ എക്സാമ്പിളിൽ പറയുക. ഫാമിലീസ്, ക്ലബ്ബ്, സോഷ്യൽ ഗ്രൂപ്പിൽ വരുന്നത് ക്ലബ്സ് വരും, കമ്മ്യൂണിറ്റീസ് വരും, ഫ്രണ്ട്സ് വരും, അതുപോലെ തന്നെ ഫാമിലീസ് വരും. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? മനസ്സിലായല്ലോ. സിമ്പിൾ ആണ്. ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ പരസ്പരം ഇടപഴകുകയും സമാന താല്പര്യങ്ങളും സ്വഭാവങ്ങളും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളുമായിട്ട് പങ്കിട്ട് എന്ത് ചെയ്യുകയാണ്? ഒരു പ്രത്യേക യൂണിറ്റായി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്? സാമൂഹ്യ ഗണം അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുന്നത്. ഇവരുടെ ഉദ്ദേശവും വലിപ്പവും ഒക്കെ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഫാമിലി ഉണ്ട്, ക്ലബ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. ഈ സോഷ്യൽ ഗ്രൂപ്പിന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? എന്തെല്ലാം സവിശേഷതകളുണ്ട്? ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്നാകുമ്പോൾ എന്തൊക്കെ സവിശേഷതകൾ ഉണ്ടായിരിക്കാം? അതെന്തായിരിക്കും? പരസ്പര ആശ്രിതത്വം ആയിരിക്കും അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? പരസ്പര ആശ്രയമായിരിക്കാം. അതുപോലെ തന്നെ അംഗങ്ങൾക്കിടയിൽ ഒരു പരസ്പര പ്രവർത്തനം ഉണ്ടായിരിക്കാം. അംഗങ്ങൾക്കിടയിലെ ഒരു പരസ്പര പ്രവർത്തനം, interaction among members.
അതുപോലെ പരസ്പര അവബോധം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പരസ്പര അവബോധം. ഇത് എക്സാമിന് ചോദിച്ചിരിക്കും, ഇമ്പോർട്ടന്റ് ആണ്, ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് പോയിന്റ് ഇട്ട് എഴുതുക, അവിടെ കഥ എഴുതാൻ പോകണ്ട, പോയിന്റ് ഇട്ട് മാത്രം എഴുതുക. എങ്ങനെയാണ്? ഇന്ററാക്ഷൻ എമംഗ് മെമ്പേഴ്സ്, ഇംഗ്ലീഷിലാണ് ഇന്ററാക്ഷൻ എമംഗ് മെമ്പേഴ്സ്, അംഗങ്ങൾക്കിടയിലെ പരസ്പര എന്താണ്? ആശ്രയം അല്ലെങ്കിൽ പ്രവർത്തനം, അല്ലെ? ഇനി പരസ്പര അവബോധം, മ്യൂച്വൽ അവയർനെസ്, പരസ്പര അവബോധം. അവബോധം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡ് ഉണ്ട്, അവനെ ഇവൻ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെ? ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നത്, ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡ്, ഒരു മനസ്സിലാക്കുക, അല്ലെ? പിന്നെ സഹകരണം, കോഓപ്പറേഷൻ. മാൻ ഈസ് എ സോഷ്യൽ അനിമൽ ആണ്, അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു കോഓപ്പറേഷൻ അവന്റെ ഉള്ളിലുണ്ട്, അല്ലെ? ഒരാൾക്ക് സുഖമില്ല അല്ലെങ്കിൽ അയാളുടെ ഒരു, നമുക്കറിയാം, ഒരു ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നാണ്, അല്ലെ? അതുപോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൂട്ടായിട്ട് നിൽക്കുന്ന ഒരു കോഓപ്പറേഷൻ ഉണ്ട്. നമുക്കറിയാം പല ഇൻസിഡന്റ്, നമ്മുടെ ഇപ്പൊ തന്നെ ചൂരൽമലയിലെ ഉരുൾപൊട്ടലും അതുപോലെ പ്രളയം വന്നപ്പോൾ മനുഷ്യൻ എങ്ങനെയാണ്? ഒറ്റയ്ക്ക് ജീവിക്കോ? ഇല്ല, അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോഓപ്പറേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ സമൂഹത്തിലെ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒരു കോഓപ്പറേഷൻ ഉണ്ട്, ഒരു സഹകരണമുണ്ട്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ഐക്യം. ഐക്യം എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിറ്റി ഉണ്ട്. നമുക്കറിയാം പ്രളയത്തിലൊക്കെ വന്നപ്പോ ഒറ്റക്കെട്ടായിട്ടാണ്, നമുക്കറിയാം മീൻ പിടിക്കുന്ന നമ്മുടെ ചേട്ടന്മാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് അവിടെ ബോട്ടും വലയും എല്ലാം കൊണ്ട് ഞങ്ങളെ രക്ഷിക്കാൻ, നമ്മുടെ ഇവിടെ രക്ഷിക്കാനായിട്ട് ഇവിടേക്ക് വന്നു. അപ്പൊ അവിടെ ഒരു യൂണിറ്റി ഉണ്ട്, ഒരു ഐക്യം ഉണ്ട്, അല്ലെ? അപ്പൊ അത് ഒരു സമൂഹത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ നടന്ന വയനാട് ഇൻസിഡന്റിലും, വയനാടിന് വേണ്ടിയിട്ട് നമ്മൾ കൈകോർത്ത് ഒറ്റക്കെട്ടായിട്ട് നിന്നത് കൊണ്ടാണ് വയനാടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു കയറ്റാനായിട്ട് സാധിക്കുക. അപ്പൊ അതുപോലെ തന്നെ യൂണിറ്റി ഉണ്ട്. അപ്പൊ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കേണ്ട ഫാക്ടേഴ്സ് ആണ് പഠിക്കുന്നത്. പരസ്പരം ആശ്രിതത്വം, മ്യൂച്വൽ അവയർനെസ്, യൂണിറ്റി, കോഓപ്പറേഷൻ, പിന്നെന്താണ്? ഇന്ററാക്ഷൻ എമംഗ് മെമ്പേഴ്സ്. ക്ലിയർ ആവുന്നുണ്ടോ? അടുത്ത പോയിന്റ് എന്താണ്? പബ്ലിക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പൊതു താല്പര്യങ്ങൾ. ഒരു പൊതുവായ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? പൊതുവായ കുറെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാമൂഹ്യ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. പിന്നെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്, റൂൾസും റെഗുലേഷനും. ഒരു സൊസൈറ്റി ജീവിക്കുമ്പോൾ നമുക്ക് റൂൾസും റെഗുലേഷൻസ് ഇല്ലാതെ ജീവിക്കാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല, അല്ലേ? നമുക്കറിയാം വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കണമെന്നും സീറ്റ് ബെൽറ്റ് ഇടണം എന്നൊക്കെ നമുക്ക് കുറെ റൂൾസ് ഉണ്ട്, അല്ലെ? പൊതുസ്ഥലങ്ങളിൽ ലഹരി ഉപയോഗിക്കുക, അതുപോലെ ഒരിക്കൽ പൊതുസ്ഥലങ്ങളിൽ നിന്നല്ല, ഓരോ ലഹരി ഉപയോഗിക്കരുത്, ഇങ്ങനെയുള്ള കുറെ റൂൾസും റെഗുലേഷൻസും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നിയമപീഠം നമുക്ക് തരുന്നുണ്ട്. അപ്പൊ റൂൾസും റെഗുലേഷൻസും നമ്മൾ എന്ത് ചെയ്യണം? ഒരു സൊസൈറ്റി ജീവിക്കുമ്പോൾ അത് പാലിച്ചു കൊണ്ടുപോകണം. അതാ പറയുന്നത്, നമുക്ക് എന്തുണ്ട്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. ഒരു സൊസൈറ്റിയിലെ നിയമങ്ങളും ഉണ്ട്, നിയന്ത്രണങ്ങളും ഉണ്ട്. അടുത്തെന്താണ് പറയുന്നത്? ഒരാൾക്ക് ഒരു ഗണത്തിൽ ഔപചാരികമോ അനൗപചാരികമായോ അംഗമാകാം. ഫോർമലായിട്ടോ അല്ലെങ്കിൽ ഇൻഫോർമലായിട്ടോ നമുക്ക് എന്ത് ചെയ്യാം? അംഗമാകാം. വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ക്ലബിൽ നമുക്ക് ചേരണമെങ്കിൽ വേണമെങ്കിൽ ചേരാം, അല്ലെങ്കിൽ ചേരണ്ട, അങ്ങനെയുള്ള രീതി. അതായത് ഫോർമൽ ആകാം, അതുപോലെ തന്നെ എന്താണ്? ഇൻഫോർമൽ, ഔപചാരികവും ആകാം, അനൗപചാരികമായിട്ടും മാറാം. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. എന്തുകൂടെ ഒന്നുകൂടെ നോക്കിക്കേ, എന്തൊക്കെയാണ്? അംഗങ്ങൾക്കിടയിലെ പരസ്പര പ്രവർത്തനം, അതായത് ഇന്ററാക്ഷൻ എമംഗ് മെമ്പേഴ്സ്. ഇന്ററാക്ഷൻ എമംഗ് മെമ്പേഴ്സ് ഓരോന്നായിട്ട് പോയിന്റ് ഇട്ട് പഠിക്കാം. ഇന്ററാക്ഷൻ എമംഗ് മെമ്പേഴ്സ്. രണ്ടാമത്തത് എന്താണ്? മ്യൂച്വൽ അവയർനെസ്. മ്യൂച്വൽ അവയർനെസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പരസ്പര അവബോധം. യൂണിറ്റി, അതായത് ഐക്യം. പിന്നെ എന്താണ്? കോഓപ്പറേഷൻ. കോഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ സഹകരണം. പിന്നെ പബ്ലിക് അവയർനെസ്, പൊതു താല്പര്യങ്ങൾ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് നിയമങ്ങളും നിയന്ത്രണങ്ങളും. പിന്നെ ഒരാൾക്ക് എന്താ ഇവിടെ പറയുന്നത്? ഒരു ഔപചാരികവുമാകാം, അതുപോലെ അനൗപചാരികവും ആകാം. ഓക്കെ, ഇത്രയാണ് അവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇനിയുള്ളത് മൂന്നാമത്തത് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്? ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു, സോഷ്യൽ ഗ്രൂപ്പ് എന്താണെന്ന് പഠിച്ചു, എല്ലാം ഓക്കെയാണ്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പഠിക്കാനായിട്ടുള്ളത് സോഷ്യൽ ഗ്രൂപ്പ്സിന്റെ ടൈപ്സ്. എത്ര തരത്തിലുണ്ട്, എത്ര തരം, എത്ര വൈവിധ്യം. ഓക്കെ, നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പ്രൈമറി ഗ്രൂപ്പ് ഉണ്ട്, സെക്കൻഡറി ഗ്രൂപ്പ് ഉണ്ട്, ടെറിറ്ററി ഗ്രൂപ്പ് ഉണ്ട്, പ്രാഥമിക ഗ്രൂപ്പ് ഉണ്ട്, ദ്വിതീയ ഗ്രൂപ്പ് ഉണ്ട്, തൃതീയ ഗ്രൂപ്പുകളുണ്ട്. ഓക്കെ, സമൂഹത്തിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്? 3 ഗ്രൂപ്പുകളുണ്ട്. പ്രൈമറി, സെക്കൻഡറി ആൻഡ് അനദർ വൺ ടെറിറ്ററി. ഓക്കെ, പ്രൈമറി ഗ്രൂപ്പ് എന്താണ്? ഈ ഫസ്റ്റത്തെ നമുക്ക് നോക്കാം. ഈ ഗ്രൂപ്പിൽ പെട്ട ആളുകൾക്കിടയിൽ വളരെ അടുത്ത ബന്ധമായിരിക്കാം. അതായത് അവർക്കൊരു നല്ല, കണ്ടോ, സ്ട്രോങ് ആയിട്ടുള്ള, വേർതിരിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഫാമിലി, അല്ലെ? നമ്മുടെ ഫാമിലിയൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്?
ഈ ഗ്രൂപ്പിനാണ്, അതായത് പ്രൈമറി ഗ്രൂപ്പ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റുമോ? നിങ്ങളുടെ കൂട്ടുകാരോ അതുപോലെ തന്നെ എന്ത് പറയാ ഒരു ക്ലബിന്റെ പ്രവർത്തനങ്ങൾ, സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് അല്ലെ, രണ്ടാമത്തെ ഓപ്ഷനാണ്. നമുക്ക് അവിടെ സെക്കൻഡറിയിലോട്ട് പറയുമ്പോൾ മനസ്സിലാവും. ഇത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണോ ഫാമിലി? ഒരിക്കലും അല്ല. ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, പ്രൈമറി ആണ്. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനുള്ളത് നമ്മൾ ഏത് ഗ്രൂപ്പിനാണ്? ഫാമിലിയാണ്. അപ്പൊ എക്സാമ്പിൾ നോക്കാം നമുക്ക്. അതിനു മുമ്പ് കുറച്ച് നോക്കാനുണ്ട്. എന്താണ്, ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് അടുത്ത ബന്ധം ഉണ്ടായിരിക്കാം. പിന്നെന്താണ്, ഫേസ് ടു ഫേസ് റിലേഷൻ ആണ് അല്ലെ, മുഖാമുഖ ബന്ധമാണ്. നിങ്ങളുടെ വീട്ടിനുള്ളിൽ അച്ഛനും അമ്മയും ഇരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് അച്ഛന് ഫോൺ വിളിച്ചിട്ടാണോ സംസാരിക്കുന്നത്? അല്ലെ, അച്ഛന് സംസാരിക്കുകയാണ്, അച്ഛൻ ചോറ് കഴിക്കാൻ വാ എന്ന് നിങ്ങൾ പറയോ? അമ്മ ഈ ഫുഡ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കോ? പിന്നെ പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്താണ്, ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഫാമിലി ലൈഫൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതൊക്കെ വിட, നമുക്കതൊന്നും വേണ്ട. ഇവിടെ പറയുന്നത് എന്താണ്, എന്നാലും ഫേസ് ടു ഫേസ് റിലേഷൻ ഉണ്ട്. എവിടെ? നമ്മുടെ പ്രൈമറി ഗ്രൂപ്പിൽ ഫേസ് ടു ഫേസ്, ഒരു മുഖാമുഖ ബന്ധം നമ്മുടെ പ്രൈമറി ഗ്രൂപ്പിലുണ്ട്. പിന്നെ സഹകരണം ഉണ്ടല്ലോ, ഉണ്ട്, സഹകരണം ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, എണ്ണവും വലിപ്പവും കുറവ്. ഒരു ഫാമിലി ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് 10-15 പേരുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അല്ലെ. പണ്ട് തലമുറകളൊക്കെ ഒരുപാട്, ഒരു വീട്ടില് 10 മക്കളും 12 മക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല ഇവിടെ പറയുന്നത്. ഇപ്പൊ അതിനെല്ലാം കുറച്ച് വ്യത്യാസം അല്ലെ, എണ്ണവും വലിപ്പവും കുറവായിരിക്കും. അമ്മയും അച്ഛനും 2 കുഞ്ഞുങ്ങളും അല്ലെ, അങ്ങനെയുള്ള. അതായത് ഇവിടെ ഫാമിലി, ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫാമിലി, ഫ്രണ്ട്സ്, പിയർ ഗ്രൂപ്പ്സ്, നൈബേഴ്സ്, ഇതൊക്കെ എന്താണ്, ഒരു പ്രൈമറി ഗ്രൂപ്പ്സ് ആണ്. എന്തൊക്കെയാണ് ഒരു പ്രൈമറി ഗ്രൂപ്പ്സിന് എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാം കൂടി ഇങ്ങനെ ഷഫിൾ ചെയ്ത് തന്നിട്ട് ഇതിൽ നിന്ന് പ്രൈമറി ഗ്രൂപ്പിലുള്ളത് ഏതാണ്, സെക്കൻഡറി ഗ്രൂപ്പിൽ ഏതാണ്, ടെറിട്ടറി ഗ്രൂപ്പിൽ ഏതാണെന്ന് ചിലപ്പോൾ എടുത്ത് ചോദിച്ചാൽ ഇത് മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഫാമിലി ഇമ്പോർട്ടന്റ് ആണ്, ഫ്രണ്ട്സ്, നൈബേഴ്സ്, അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പ്സ് ഒക്കെ എന്തിന് ഇമ്പോർട്ടന്റ് ആണ്? നമ്മുടെ പ്രൈമറി ഗ്രൂപ്പ്സിന് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പ്രൈമറി ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ പ്രാഥമിക ഗ്രൂപ്പാണ്. ശ്രദ്ധിക്കുക, ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കിടയിൽ വളരെ അടുത്ത ബന്ധം ഉണ്ടായിരിക്കും. വളരെ അടുത്ത ബന്ധമാണ് അല്ലെ. അയൽക്കാരുമായിട്ട് നിങ്ങൾക്ക് അടുത്ത ബന്ധമില്ലേ അല്ലെ, ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് അടുത്ത ബന്ധമില്ലേ? ആ ഫ്രണ്ട്സ് എന്ന് ഉദ്ദേശിക്കുന്ന പിയർ ഗ്രൂപ്പ്സുമായിട്ട് അടുത്ത ബന്ധമില്ലേ? വേണ്ടപ്പെട്ട കുറച്ച് പേര് നിങ്ങൾ വെച്ചിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരിക്കാം, മുഖാമുഖ ബന്ധമായിരിക്കാം, ഫേസ് ടു ഫേസ് റിലേഷൻ ആയിരിക്കാം. പിന്നെ കോഓപ്പറേഷൻ ഉണ്ടായിരിക്കാം, സഹകരണം ഉണ്ടായിരിക്കാം. പിന്നെ എന്താണ് പറയുന്നത്, ബന്ധത്തിന് എന്തുണ്ട്, എണ്ണം വലിപ്പവും ആയിരിക്കാം. എന്നുവെച്ചാൽ എണ്ണവും വലിപ്പവും എന്തായിരിക്കാം, വളരെ കുറവാണ് അല്ലെ. കാരണം നമുക്കറിയാം ഫ്രണ്ട്സും ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന്. നമ്മൾ അവരുടെ ഇടയിൽ മാത്രം ഒതുങ്ങുകയാണ് അല്ലെ. നമ്മുടെ ഫാമിലിയോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കും, അവരോട് കുറേ സമയം നമുക്ക് ചെലവഴിക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത് പ്രൈമറി ഗ്രൂപ്പ്സിൽ വരുന്നത്. ഫാമിലി, അതുപോലെ തന്നെ ഫ്രണ്ട്സ്, പിയർ ഗ്രൂപ്പ്സ്, നൈബേഴ്സ്. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് എന്താണ്, രണ്ടാമത്തേലോട്ട് പോവാം. സെക്കൻഡറി ഗ്രൂപ്പ്. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ദ്വിതീയ ഗ്രൂപ്പ് എന്നാണ് അല്ലെ. ദ്വിതീയ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ വ്യക്തിപരമല്ലാത്തൊരു ബന്ധമാണ്. വ്യക്തിപരമല്ലാത്ത ബന്ധം എന്ന് പറയുമ്പോൾ അങ്ങനെ എന്താണ്, ഭയങ്കരമായിട്ടുള്ള ഒരു അടുപ്പമൊന്നുമില്ല, എന്നാലും ഒരു ഹായ് ഹൂയ് ആ ഒരു ബന്ധം. ഓക്കെ, അതാണ് വ്യക്തിപരമല്ലാത്ത ബന്ധം എന്ന് പറയുന്നത്. ഔപചാരികവും പരോക്ഷമായ ബന്ധമാണ്. പരോക്ഷപരമായ ഒരു ബന്ധവും ഔപചാരികവുമായ ബന്ധമാണ്. പിന്നെ വലിപ്പവും എണ്ണവും കൂടുതലാണ്. ഇവിടെ വലിപ്പവും എണ്ണവും ഒക്കെ കൂടുതലാണ്. ഫാമിലി 4 പേരൊക്കെ ആണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല, വലിപ്പവും എണ്ണവും കൂടുതലാണ്. ലക്ഷ്യത്തിൽ പ്രാധാന്യം. ഒരു ലക്ഷ്യമാണ് അവർക്ക് വേണ്ടത്. നിയമങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. അതായത് സ്റ്റഡി ഗ്രൂപ്പ്, സ്പോർട്സ്, ടീംസ്, ഇതൊക്കെ ഏതിൽ വരും? സെക്കൻഡറി ഗ്രൂപ്പ്സിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? സ്റ്റഡി ഗ്രൂപ്പ്, പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എയിം ഉണ്ട്, പഠനം അല്ലെ. അല്ലാതെ നിങ്ങൾ അവിടെ വന്നിരുന്നോട്ട് അവരുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ബന്ധമൊന്നും നിങ്ങൾ അവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? ഇല്ല. ഒരു ജസ്റ്റ് എന്താണ്, ഒരു സ്റ്റഡി ഗ്രൂപ്പ്സ്, പിന്നെ അതുപോലെ സ്പോർട്സിന് വരികയാണ്, കളിക്കാൻ വരികയാണ്. ഇവിടെ നിങ്ങളുടെ എയിം എന്താണ്? കളിച്ചിട്ട് ഇവിടെ പോവുക, വീട്ടിൽ പോവുക, അത്രേ ഉള്ളൂ. ഇപ്പൊ സ്പോർട്സ് ഗ്രൂപ്പ്സ്, ടീംസ്, ഇതൊക്കെ എന്തിനു വരും? സെക്കൻഡറി. അവിടെ ജസ്റ്റ് ഒരു ഹായ്, അത്രേ ഉള്ളൂ, ആ ഒരു ബന്ധമാണ്. അതാണ് ഇവിടെ പറയുന്നത് ദ്വിതീയ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദ്വിതീയ ഗ്രൂപ്പിന്റെ പോയിന്റ്സ് എഴുതിയെടുത്തോ? ഇതൊക്കെയാണ് വ്യക്തിപരമല്ലാത്ത ബന്ധം, ഔപചാരികവും പരോക്ഷപരമായ ബന്ധം. പിന്നെ എന്താണ്, വലിപ്പവും എണ്ണവും കൂടുതലായിരിക്കും. കളിക്കാൻ വരുന്ന 1-2 പേരാണോ? കമ്പൈൻ സ്റ്റഡിക്ക് 1-2 പേരാണോ വരുന്നത്? അതാണ് പറയുന്നത്. എണ്ണവും വലിപ്പവും കൂടുതലായിരിക്കാം. നിയമങ്ങളും ഉണ്ട്, നിയന്ത്രണങ്ങളും ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത് ദ്വിതീയ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ ഏതൊക്കെയാണ്? സ്റ്റഡി ഗ്രൂപ്പ്, സ്പോർട്സിന്റെ ടീം. ഓക്കെ, ഇനി അടുത്ത് നേരെ താഴോട്ട് വരിക. തൃതീയ ഗ്രൂപ്പ്. എന്താണ് തൃതീയ ഗ്രൂപ്പ് അല്ലെങ്കിൽ ടെറിട്ടറി ഗ്രൂപ്പ് എന്ന് ചോദിക്കുക എക്സാമിൽ. എന്താണ്? വളരെ അകന്ന ബന്ധം.
വളരെ അകന്ന ബന്ധം. സെക്കൻഡറിയിൽ കുറച്ചുകൂടെ നമുക്ക് ബന്ധമുണ്ട്, പക്ഷെ സെക്കൻഡറിയും കഴിഞ്ഞു നമ്മൾ ചെറുച്ചിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വളരെ അകന്ന ബന്ധമാണ്. ഒരു ബന്ധം അങ്ങനെ വലിയൊരു ബന്ധം ഇല്ല, ഈ ഒരു അകന്ന ഒരു വലിയൊരു അകൽച്ചയുണ്ട് അല്ലെ. നമുക്ക് നോക്കാം. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ. നമ്മൾ പ്രൈമറിയിലാണെങ്കിൽ നമുക്കൊരു പ്രൈമറി ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇത്ര ഒരു റിലേഷൻ ആണ് അല്ലെ. സെക്കൻഡറിയിലോട്ട് പോകുമ്പോൾ കുറച്ച്, പിന്നെ അടുത്ത് വീണ്ടും നമ്മുടെ തൃതീയ അല്ലെങ്കിൽ ചെറുച്ചെറിയിലോട്ട് പോകുമ്പോൾ വളരെ എന്ത് ചെയ്യുന്നുണ്ട്, അതിലൊരു മാറ്റം സംഭവിക്കുന്നു, ഒരു അകൽച്ച എന്ത് ചെയ്യാണ്, വരികയാണ്. അതാണ് ടെറിട്ടറി എന്ന് പറയുമ്പോൾ. ടെറിട്ടറി എന്ന് പറയുമ്പോൾ വളരെ അകന്ന ബന്ധമാണ്. പിന്നെ നിയമങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട് അല്ലെ. നിയമങ്ങളുണ്ട്, നിയന്ത്രണം. അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഫാമിലി ലൈഫിലുണ്ടോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ? ഇവിടെ എങ്ങനെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞ ടെറിട്ടറിയിൽ വളരെ അകന്ന ബന്ധമാണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, വലിപ്പവും എണ്ണവും കൂടുതലാണ്. വലിപ്പവും എണ്ണവും കൂടുതൽ. ഇവിടെ നമുക്ക് പറയുന്നത് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം, ലേബർ യൂണിയൻ. ഇവിടെ പറയുന്ന ഒരു എക്സാമ്പിൾ എന്താണ്? ലേബർ യൂണിയൻ, അല്ല എങ്കിൽ എന്തെന്ന് പറയാം, പൊളിറ്റിക്കൽ പാർട്ടി. മനസ്സിലാവുന്നുണ്ടോ? ലേബർ യൂണിയൻ അവർക്ക് എന്താ വേണ്ടത്? അവരുടെ അവിടെ ആവശ്യം വന്നിട്ട് പോവുകയാണ് അല്ലെ. പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിയമസഭയിലൊക്കെ മന്ത്രിമാരൊക്കെ ഇരിക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അതവിടെ പറയുന്നത് വളരെ അകന്ന ബന്ധമാണ്. ഇവിടെ അവർക്ക് എന്താ അവിടെ പറയുന്നത്? വളരെ അകന്ന ബന്ധം. നിയമങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ലേബർ യൂണിയൻ ഒക്കെ ഈ ഒരു ടെറിട്ടറി റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ടെറിട്ടറി ഗ്രൂപ്പ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ എക്സാമ്പിൾ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ടെറിട്ടറി ഗ്രൂപ്പ്സ് എന്താണ്? വളരെ അകന്ന ബന്ധം, വളരെ അകന്ന ബന്ധം. മനസ്സിലായോ? സോഷ്യൽ ഗ്രൂപ്പ്സിൽ പറയുന്ന കാര്യങ്ങളാണ്. വളരെ അകന്ന ബന്ധം. അത് മാത്രമല്ല, എങ്ങനെയാണ്? യെസ്, കറക്റ്റ്. എന്നാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, വളരെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. വലിപ്പവും എണ്ണവും കൂടുതലാണ്, വലിപ്പവും എണ്ണവും കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ടോ? വലിപ്പവും എണ്ണവും കൂടുതലാണ്. പിന്നെ ലേബർ യൂണിയനും പൊളിറ്റിക്കൽ പാർട്ടീസും നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, എക്സാമ്പിൾ ആയിട്ട് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി നിങ്ങൾക്ക് 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഡു യു മീൻ ബൈ മോബ് ആൻഡ് ക്രൗഡ് എന്ന് ചോദിക്കാം. മോബ് ആൻഡ് ക്രൗഡ് എന്ന് ചോദിക്കാം. അതിന്റെ അർത്ഥം എന്താണ്? മോബ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ കൂട്ടത്തിന്റെ പ്രധാന രൂപത്തെയാണെന്ന് പറയുന്നത് മോബ് എന്ന് പറയുന്നത്. മനസ്സിലാവോ? പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ കൂട്ടത്തിന്റെ പ്രധാന രൂപം, പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ കൂട്ടത്തിന്റെ പ്രധാന രൂപമാണ് എന്തെന്ന് പറയുന്നത്? മോബ്. മോബ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ലഹളക്കൂട്ടമാണ്, ലഹളക്കൂട്ടം. മനസ്സിലായോ? ക്രൗഡ് എന്ന് പറയുമ്പോൾ ജനക്കൂട്ടം. മനസ്സിലാവുന്നുണ്ടോ? മോബ് എന്ന് പറയുന്നത് ലഹളക്കൂട്ടം, അതായത് പ്രവർത്തിക്കുകയാണ്. അവരുടെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ എന്താണ്? അടി, കുത്ത്, ബഹളം. അതായത് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ്, അവര് അടിയിലൂടെയാണ്, അല്ലെങ്കിൽ അവിടെ ഷൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ബഹളം വെച്ച് അകപ്പാട ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? അവരുടെ ആവശ്യങ്ങളെ നേടിയെടുക്കുന്നത്. അതാണ് മോബ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എക്സാം നിങ്ങൾ എഴുതാനുള്ളത് പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ കൂട്ടത്തിന്റെ പ്രധാന രൂപമാണ് മോബ് എന്ന് പറയുന്നത്. മോബിന്റെ സ്പെല്ലിംഗ് എന്താണ്? MOB അല്ലെ. MOB ആണ്. മോബ് എന്ന് പറയുന്നത് എന്താണ്? പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ കൂട്ടത്തിന്റെ പ്രധാന രൂപമാണ് മോബ് എന്ന് പറയുന്നത്. ഒരു ലഹള കൂട്ടമാണ്. നമുക്കറിയാം, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ കിടന്ന് ബഹളമൊക്കെ വെക്കുന്നവരെ കണ്ടിട്ടില്ലേ? അത് തന്നെയാണ് മോബ് എന്ന് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കവലകളിൽ അടിവെക്കുന്ന അല്ലെങ്കിൽ ബഹളം വെക്കുന്നവർ. ആ പേരിൽ തന്നെയാണ് മോബ്, ലഹളക്കൂട്ടം. അവിടെ എക്സാമിന് നമുക്കൊരു ഡെഫിനിഷൻ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ, ആധികാരികമായിട്ട് എഴുതുകയാണെങ്കിൽ ഇത്ര എഴുതുക: പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ കൂട്ടത്തിന്റെ പ്രധാന രൂപമാണ് മോബ് എന്ന് പറയുന്നത്. അപ്പൊ ക്രൗഡ് എന്തായിരിക്കും? ക്രൗഡ് എന്ന് പറയുന്നത് അസംഘടിത ഗണമാണ്. ഈ നിരവധി ആളുകൾ ഒരു പ്രദേശത്ത് എന്തെങ്കിലും കാണാനോ കേൾക്കാനോ കടന്നു വരികയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? ക്രൗഡ്. ഇവിടെ സിമ്പിൾ ആണ്, വേറൊന്നുമല്ല. ഒരു ഉത്സവം നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പള്ളി പെരുന്നാൾ നടക്കുകയാണ്, അവിടെ കാണാൻ കുറെ ആൾക്കാർ പോയില്ലേ? ഇത്രയേ ഉള്ളൂ. അതാണ് എന്തെന്ന് പറയുന്നത്? ക്രൗഡ്, ഒരു കൂട്ടം. മനസ്സിലാവും? ആധികാരികമായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾ എഴുതുന്നത് ഇങ്ങനെ എഴുതുക. നമുക്ക് മനസ്സിലാക്കാനാണെങ്കിൽ ഒന്നുമില്ല, ഒരു വിശേഷ സംഭവം നടക്കുമ്പോൾ അത് കാണാൻ പോകുന്ന ഒരു കൂട്ടത്തെയാണെന്ന് വിളിക്കുന്നത് ക്രൗഡ് അല്ലെങ്കിൽ ജനക്കൂട്ടം എന്ന് വിളിക്കുന്നത്. മോബ് എന്ന് പറയുമ്പോൾ ലഹളക്കൂട്ടം, ക്രൗഡ് എന്ന് പറഞ്ഞ ജനക്കൂട്ടം. ക്രൗഡ് എന്താണ്? അസംഘടിത ഗണമാണ് അല്ലേ? അത് സംഘടിച്ചിട്ട് അങ്ങനെയാണോ പോകുന്നത്? അല്ല, അസംഘടിത ഗണമാണ്. നിരവധി ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നിരവധി ആളുകൾ ഒരു പ്രദേശത്ത് എന്തെങ്കിലും കാണാനോ കേൾക്കാനോ കടന്നു വരികയാണെങ്കിൽ അതിനെ എന്തു പറയാം? യെസ്, കറക്റ്റ്. എന്താണ്? ജനക്കൂട്ടം. അതിനെ എന്തെന്ന് പറയാം? ജനക്കൂട്ടം എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഒരു അസംഘടിത ഗണമാണ്. നിരവധി ആളുകൾ ഒരു
പ്രദേശത്ത് എന്തെങ്കിലും കാണാനോ കേൾക്കാനോ വരികയാണെങ്കിൽ അതിനെ ക്രൗഡ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? സംശയമുണ്ടോ? അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ചാപ്റ്റർ 6 സോഷ്യൽ ഗ്രൂപ്പ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എന്താണ് സോഷ്യൽ ഗ്രൂപ്പിൽ ഫസ്റ്റ് പറഞ്ഞത്? വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ എ സോഷ്യൽ ഗ്രൂപ്പ്? എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? പരസ്പരം ഇടപഴകുകയും സമാന സ്വഭാവങ്ങളും താല്പര്യങ്ങളുമുള്ള ലക്ഷ്യങ്ങൾ പങ്കിട്ട് വയ്ക്കുകയും ചെയ്യുന്ന ഒരു ഘടകത്തെയാണ് എന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പ്. സോഷ്യൽ ഗ്രൂപ്പ് വലിപ്പം ഉള്ളതാകാം, ഉദ്ദേശം വ്യത്യാസമായിരിക്കാം, എണ്ണമൊക്കെ അതിൽ വ്യത്യസ്തമായിരിക്കാം. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ സോഷ്യൽ ഗ്രൂപ്പ്സിൽ വരികയാണ്. പക്ഷെ ഈ സോഷ്യൽ ഗ്രൂപ്പ്സിൽ കുറച്ച് ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ പറയും നിങ്ങൾ? എങ്ങനെ പറയും? ജനങ്ങൾക്കിടയിൽ അവർക്കിടയിൽ എന്തുണ്ട്? ഒരു പരസ്പര പ്രവർത്തനമുണ്ട്, പരസ്പര ആശ്രയത്വമുണ്ട്, സഹകരണമുണ്ട്, ഐക്യമുണ്ട്, പിന്നെ ഔപചാരികവുമാകാം അനൗപചാരികവുമാകാം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് മാത്രമല്ല പബ്ലിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റും ഉണ്ട്. ഓക്കെ, ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുകയാണെങ്കിൽ. ഇനി ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ടൈപ്സ് ഓഫ് ഗ്രൂപ്പിൽ വരുന്നത് പ്രൈമറി ഗ്രൂപ്പ് എന്നും സെക്കൻഡറി ഗ്രൂപ്പ് എന്നും പിന്നെ എന്താണ് ടെറിറ്ററി ഗ്രൂപ്പ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് പ്രാഥമിക ഗ്രൂപ്പ്, ദ്വിതീയ ഗ്രൂപ്പ്, അത് മാത്രമല്ല തൃതീയ ഗ്രൂപ്പ്. പ്രാഥമിക ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? വളരെ അടുത്ത ബന്ധമായിരിക്കാം, അല്ലെ? വളരെ അടുത്ത ബന്ധമായിരിക്കാം, മുഖാമുഖ ബന്ധമുണ്ട്, മുഖമായിട്ടുള്ള ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ്, പിന്നെ എന്താ ഒരു ഐക്യമുണ്ട്, അല്ലെ? പിന്നെ വലിപ്പം എങ്ങനെയായിരിക്കും? എണ്ണവും വലിപ്പവും കുറവായിരിക്കും. ഫാമിലിയും പിയർ ഗ്രൂപ്പും ഒക്കെ നമുക്ക് അതിൽ എന്ത് ചെയ്യാം? ഉൾപ്പെടുത്താം. നേരെ നമുക്ക് എവിടേക്ക് വരാം? ദ്വിതീയ ഗ്രൂപ്പിലോട്ട് വരാം. സെക്കൻഡറി ഗ്രൂപ്പ് ആണെങ്കിൽ എന്താണ്? അവിടെ വ്യക്തിപരമല്ലാത്തൊരു ബന്ധമാണ്. അവിടെ നമുക്ക് പറയാം എന്താണ്? നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. അവർക്ക് ലക്ഷ്യമാണ് പ്രാധാന്യം, ലക്ഷ്യത്തിലാണ് പ്രാധാന്യം. കാരണം ഒരു സ്പോർട്സിന് വരുന്ന കുട്ടിയാണെങ്കിൽ അവിടെ അവന്റെ എയിം എന്ന് പറയുമ്പോൾ സ്പോർട്സ് പങ്കാളിയാകുക, കളിച്ചിട്ട് എന്ത് ചെയ്യുക? പോവുക. അതാണ് ലക്ഷ്യത്തിൽ പ്രാധാന്യം. ഇമ്പോർട്ടന്റ് ആയിട്ട് വരച്ചു പഠിക്കുക, ലക്ഷ്യത്തിൽ പ്രാധാന്യം. ഇനി നേരെ ടെറിറ്ററിയിലോട്ട് വരികയാണെങ്കിലോ വളരെ അകന്ന ബന്ധമാണ്. വളരെ അകന്ന ബന്ധം മാത്രമല്ല നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. വളരെ അകന്ന ബന്ധവും നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. വലിപ്പവും എണ്ണവും കൂടുതലാണ്. പൊളിറ്റിക്കൽ പാർട്ടിയും ലേബർ യൂണിയനും ഒക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? സംശയമുണ്ടോ? അപ്പൊ ഇത്രയാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിച്ചത് മോബും ക്രൗഡും തമ്മിലുള്ള വ്യത്യാസം. മോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലഹളക്കൂട്ടം. ക്രൗഡ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം. മോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തിക്കുന്ന ഒരു അതായത് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവിടെ അടിക്കുത്ത് ലഹളയാണ്, ലഹളക്കൂട്ടത്തെയാണ്, അല്ലെ? പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ കൂട്ടത്തിന്റെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മോബ് അല്ലെങ്കിൽ ലഹളക്കൂട്ടം. പിന്നെ അസംഘടിത ഗണമാണ് എന്തെന്ന് പറയുന്നത്? ക്രൗഡ്. ഒരു പ്രദേശത്ത് എന്തെങ്കിലും ഒരു വസ്തുവിനോ അല്ലെങ്കിൽ ഒരു ഉത്സവങ്ങളോ ആഘോഷങ്ങളോ എന്തെങ്കിലും ഒന്ന് കാണാനോ കേൾക്കാനോ കടന്നു വരുന്ന ജനങ്ങളുടെ കൂട്ടത്തെയാണ് എന്ന് വിളിക്കുന്നത് ക്രൗഡ് അല്ലെങ്കിൽ ജനക്കൂട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എക്സാമിന് മാറിയും തിരിച്ചും ഒക്കെ എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ വരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് പോവാം, അയ്യോ ടീച്ചറെ ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലല്ലോ. സംഭവം എന്താണ്? എല്ലാം ഒന്നാണ്. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാൻ ടൈപ്സ് ചോദിക്കുകയാണ്, സോഷ്യൽ ഗ്രൂപ്പ്സ് ചോദിക്കുകയാണ്, അല്ലെ? അതുപോലെ തന്നെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം, സവിശേഷതകൾ ചോദിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതണം? അതിന്റെ ക്യാരക്ടേഴ്സ് മാത്രം എഴുതിയാൽ മതി, അല്ലെ? അപ്പൊ അത്ര എഴുതുമ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്യാം? മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ അത് മാത്രമല്ല, നിങ്ങൾ പഠിക്കും മുമ്പേ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? തെറ്റാതെ ഒരു ഓർഡർ അനുസരിച്ച് പഠിച്ചു വെക്കുക. അതായത് ഈ ഒരു ടൈപ്സ് പ്രൈമറി, സെക്കൻഡറി, ടെറിറ്ററി, അത് മോബും ക്രൗഡും തമ്മിൽ തിരിഞ്ഞു പോകരുത്. മോബ് എന്ന് പറയുമ്പോൾ എന്താണ്? ലഹളക്കൂട്ടം. ബ്രാക്കറ്റിൽ എഴുതി പഠിക്കാം. മോബ് എന്ന് പറയുമ്പോൾ ലഹളക്കൂട്ടം, ക്രൗഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ജനക്കൂട്ടമാണ്. അപ്പം ഇത് എന്തെങ്കിലും സംശയം ഉണ്ട് എങ്കിൽ എന്നത്തെയും പോലെ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അതുമാത്രം നിങ്ങളുടെ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അണ്ടർലൈൻ ചെയ്ത് പഠിച്ചാൽ മതി. അതുപോലെ വലിച്ചു വാരിട്ട് പഠിക്കണ്ട. ഇതിൽ സിമ്പിൾ ആണ്, 2 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ, അല്ല അതിൽ കൂടുതലൊന്നും ചോദിക്കില്ല. എന്നും പഠിക്കുക. പഠനം ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. എല്ലാ ദിവസവും. ഇനിയിപ്പോ ഒരു ദിവസം പഠിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിൽ എന്ത് ചെയ്യുക? പോവുക. അപ്പൊ പഠിക്കാൻ ചിലപ്പോ എനിക്കറിയാം നിങ്ങൾക്ക് വീട്ടമ്മമാരാണ്, അതുപോലെ തന്നെ മക്കളൊക്കെ ഉള്ളവരാണ്, എല്ലാം ശരി തന്നെയാണ്. പക്ഷെ എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. നമ്മുടെ എയിം എന്താണ്? നമുക്ക് ഈ +2 എന്ത് ചെയ്യുക? ക്വാളിഫൈ ചെയ്യണം, അല്ലെ? +2 നമുക്ക് എന്തായാലും കിട്ടിയേ പറ്റൂ. നമ്മൾ അതിനാണ് ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഇവിടേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത്, ഒരു ദിവസം പഠിക്കാൻ കഴിഞ്ഞില്ല, ശരി, അസൗകര്യം കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതൊന്ന് വായിച്ചു വിടുക.
അതൊന്ന് വായിച്ചു വിടുക, അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുകയെങ്കിലും ചെയ്യുക. നമ്മുടെ പഠനത്തിന് ടച്ച് വിട്ടു പോകാതെ ചെയ്യുക. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, എല്ലാ കുട്ടികളുടെ ഒരു ഇതാണ്, പഠിക്കും, പിന്നെ കുറച്ച് ബ്രേക്ക് വരും, പിന്നെ വീണ്ടും പഠിക്കും. അപ്പൊ പിന്നെ ആദ്യം പഠിച്ചൊന്നും എന്ത് ചെയ്യില്ല, ഓർമ്മ നിൽക്കില്ല. നിങ്ങൾ എന്നും ഒരു നിങ്ങളുടെ ഒരു റുട്ടീൻ പോലെ, നിങ്ങൾക്കറിയാം നമ്മൾ എന്നും എഴുന്നേറ്റ് രാവിലെ പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നമ്മുടെ ഒരു ദിനചര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ പഠനത്തെയും കൊണ്ടുപോകുക. എന്നും പഠിക്കുക, എല്ലാ ദിവസവും പഠിക്കുക. ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് വേർതിരിക്കുക. ഇനി അത് കഴിഞ്ഞില്ല എങ്കിൽ വായിക്കുക. അതും നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എടുത്ത് ഒരു ബുക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഇത് എഴുതി നോക്കുക. ജസ്റ്റ് കുറെ അങ്ങ് എഴുതുക. എഴുതുമ്പോൾ തന്നെ എന്ത് ചെയ്യും, എഴുത്തിലൂടെയും കുറെ കാര്യങ്ങൾ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളോട് ഇതൊന്നും പറയണത്, നിങ്ങളെല്ലാം മിടുക്കരാണ്, അപ്പോൾ ഇത് പറഞ്ഞ് വീണ്ടും നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, എങ്കിലും പറഞ്ഞു പോവുകയാണ്. പരീക്ഷ അടുക്കുന്നുണ്ട്, നിങ്ങൾ മാക്സിമം പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് +2 നിങ്ങൾക്ക് കിട്ടും. +2 നമുക്ക് വളരെ കടമ്പയോ അല്ലെങ്കിൽ അത് ബാലികേറ മലയോ ഒന്നും അല്ല. നന്നായിട്ട് നിങ്ങളൊന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഉറപ്പാണ്. നിങ്ങളോടൊപ്പം ഞങ്ങൾ എപ്പോഴും ഉണ്ട്. ഗ്രാഗ്നി ഫാമിലി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതൊരു ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യയോടെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അത് മാത്രമല്ല കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്കൊരു പുതിയ വീഡിയോ ക്ലാസ്സോട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു.